ഭഗവാനെ തൊഴുതെങ്കിലും നീ പറഞ്ഞ കാര്യമായിരുന്നു എന്റെ മനസ്സ് നിറയെ. കുളത്തിനുള്ളിൽ വെച്ച് നന്ദനയെ കൊല്ലാൻ ആളിനെ ഏർപ്പാട് ചെയ്തത് നീയാണെന്ന് അഖിലേച്ചി അറിഞ്ഞെന്നോ? അതെ ആന്റി. ഒരുപക്ഷെ അഖില ആ കുളക്കരയിൽ വെച്ച് എന്നെ കണ്ടിട്ടുണ്ടാവും. അതുമാത്രമല്ല, പോലീസിന്റെ ഇടി കൊണ്ടപ്പോ ഞാൻ ഏർപ്പാടാക്കിയ ആ വാടക കൊലയാളി എന്റെ പേര് പറയുകയും ചെയ്തു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൻ എങ്ങാനും പിടിക്കപ്പെട്ട നീയും കുടുങ്ങുമെന്ന്. ഞാൻ കുളക്കരയിൽ നിന്നും മടങ്ങുമ്പോ തന്നെ പോലീസ് എന്നെ പിടിച്ചു. ആ, പോലീസ് പിടിക്കുന്നതും ഞൊടിയിടയിൽ ഇറങ്ങുന്നതും ഒക്കെ എനിക്കൊരു പുതുമയല്ലല്ലോ. അയ്യോ, അറസ്റ്റ് ചെയ്യാൻ വന്ന ഇൻസ്പെക്ടറോട് അതാ വാടക കൊലയാളിയും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയും തമ്മിലുള്ള മുൻ വൈരാഗ്യമാണെന്ന് വേണം കേസ് എഴുതാനെന്ന് ഞാൻ പറഞ്ഞു. പോലീസിന് രക്ഷപ്പെട്ടതെല്ലാം ഓക്കെ, സന്തോഷം. പക്ഷേ അഖില കാര്യം അറിയുമ്പോ തോക്കും എടുത്ത് ഇറങ്ങൂലേ? അതിന്ന് നീ എങ്ങനെ രക്ഷപ്പെടാനാ പോകുന്നത്? ആന്റി പറഞ്ഞത് സത്യം തന്നെയാ. കാര്യം അറിഞ്ഞ ഉടനെ അഖില തോക്കും എടുത്ത് വന്നു എന്റെ വീട്ടില്. എന്നിട്ട് കൊല്ലാൻ തയ്യാറായി വന്ന അഖിലെ കൊല്ലാക്കൊല ചെയ്ത് മടക്കി അയച്ചിട്ടുണ്ട് ഞാൻ. ഇനി കുറച്ചുനാള് അഖില എന്നെ തേടി വരാൻ പോകുന്നില്ല. കൊല്ലാൻ വന്ന അഖിലയെ കൊല്ലാക്കൊല ചെയ്തെന്നോ? എന്താന്ന് വെച്ചാ മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറഞ്ഞി. പറയാം. ഞാൻ മാത്രമാണ് ശത്രു എന്ന് ആന്റി കരുതിയോ? ആന്റി അറിയാതെ ആന്റിയുടെ ശത്രുക്കൾ തൃച്ചംബരത്ത് തന്നെ ഉണ്ട്. പുറമേ നടക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ആന്റിക്ക് ശ്രദ്ധ. അതിനാൽ തൃച്ചംബരത്ത് നടക്കുന്ന അന്തർനാടകങ്ങളൊന്നും ആന്റി അറിയുന്നില്ല. പാളയത്തിൽ തന്നെ പട നടത്തുന്ന വീട്ടിനകത്തെ ആന്റിയുടെ ശത്രുക്കളെ ആദ്യം കണ്ടുപിടിക്കും. അതിനുശേഷം വാ എന്നോട് അംഗം വെട്ടാൻ. എന്ത് അബദ്ധമാ പ്രിയങ്ക നീ കാണിച്ചത്? ആവശ്യമില്ലാതെ മറ്റൊരു പ്രശ്നം കൂടിയല്ലേ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ആന്റി എന്തൊക്കെയാ പറയുന്നേ? ഇത് നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയല്ലേ? അതെ, അഖില അറിയാതെ തൃച്ചംബരത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ അഖില ഇറങ്ങിത്തിരിക്കുമ്പോ ആനന്ദും കല്യാണിയും തമ്മിലുള്ള പ്രേമബന്ധം മാത്രമായിരിക്കില്ല അറിയുന്നത്. നിന്റെ സഹോദരിയാണ് ഗംഗയെന്നുള്ള കാര്യം കൂടി തിരിച്ചറിഞ്ഞു വരും. അതോടെ എല്ലാവർക്കും കൂടി കൂട്ടത്തോടെ അങ്ങ് ജയിലിലേക്ക് പോവാം. പേടിക്കണ്ട ആന്റി. ആന്റി പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അഖിലയോട് ഗംഗ എന്റെ ശത്രുവാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഞാൻ വിട്ടിരിക്കുന്നത്. ഒരുപക്ഷെ എന്നിട്ടും അഖിലയ്ക്ക് ഗംഗയോട് സംശയം തോന്നിയ തെളിവില്ലാതെ അഖില ഒന്നും വിശ്വസിക്കില്ല. ആ തെളിവുകൾ ഒരിക്കലും അഖിലാണ്ടേശ്വരിയുടെ കൈകളിൽ എത്താൻ പോകുന്നുമില്ല. അതിനുള്ളതെല്ലാം ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. തെളിവുകൾ കയ്യിലുള്ളവൻ ഒരു ഭ്രാന്തനെ പോലെ തെരുവിൽ അലയുന്നുണ്ടാവും. പക്ഷേ തൃച്ചംബരത്ത് നടക്കുന്ന കഥ വേറെയാ. തന്റെ എല്ലാമായ മകൻ തറവാടിന്റെ അന്തസ്സും ആഭിജാത്യവും മറന്ന് അമ്മയുടെ വാക്കുകളെ ധിക്കരിച്ച് അടുക്കളക്കാരിയെ പ്രണയിക്കുന്നറിഞ്ഞ് അഖിലയുടെ കണ്ണിൽ നിന്നും രക്തക്കണ്ണീര് വരണം. അതാണ് ഇനി ആന്റി കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മൾ പല ആവർത്തി കൊല്ലാൻ ശ്രമിച്ച കല്യാണിയെ കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അഖിലാണ്ടേശ്വരി തന്നെ വെടിവെച്ചോ വിഷം കൊടുത്തോ കൊല്ലും. ആ കുറ്റത്തിന് അഖിലാണ്ടേശ്വരി ജയിലിലോ ആവും. ഇതെല്ലാം കണ്ട് ഉള്ളമിടുപ്പ് നിന്ന് ശിവരാമകൃഷ്ണനും ഇല്ലാതാവും. പിന്നെ തൃച്ചംബരത്തെ മഹാറാണി ആരാ?
ആഴത്തിൽ നിമഗ്നം ചെയ്യപ്പെട്ടിരുന്ന സ്ഫടിക ശിവലിംഗം നന്ദനയുടെ കൈകളിലല്ല കിട്ടിയത്. അത് ചെന്നു ചേർന്നത് കല്യാണിയുടെ കൈകളിലാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് സ്വയം പരിശോധിച്ച് കണ്ടെത്തുക തന്നെയാണ് ബുദ്ധി. ഏതായാലും ഒന്നുറപ്പിച്ചോളൂ, ശിവലിംഗം അതെത്തേണ്ട കൈകളിൽ തന്നെയാണ് ഭദ്രമായി എത്തിയിരിക്കുന്നത്. മരുമകളെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്ന് കണ്ടുപിടിച്ച ആന്റി സ്വന്തം വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് അത് ആന്റിയുടെ മുമ്പിൽ മറച്ചുവെച്ച് ആന്റിയെ കബളിപ്പിക്കുക. പുറമേ നടക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ആന്റിക്ക് ശ്രദ്ധ. അതിനാൽ തൃച്ചംബരത്ത് നടക്കുന്ന അന്തർനാടകങ്ങളൊന്നും ആന്റി അറിയുന്നില്ല. ഒരുപക്ഷേ ആനന്ദ് പലതും എന്നോട് തുറന്നു പറയാത്തതാണെങ്കിലോ? വേണ്ട, ആരോടും ഒന്നും ചോദിച്ചറിയാൻ നിൽക്കണ്ട. ആരുടെയും സഹായവും എനിക്ക് ആവശ്യമില്ല. സത്യം എന്താണെന്ന് ഞാൻ തന്നെ കണ്ടെത്തും. ഡാനിയൻകുട്ടാ, അച്ഛൻ വന്നില്ലേ ഇതുവരെ? എങ്ങും പോവെന്ന് പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ലല്ലോ. എന്താ ഡാനിയൻകുട്ടാ ഇഞ്ചി തന്ന കുരങ്ങനെ പോലെ? എന്തു പറ്റി? എന്താടാ കഥകളി കാണിക്കുന്നേ? ഓ, ഇന്ന് കണക്കിന്റെ ടെസ്റ്റ് പേപ്പർ ആയിരുന്നല്ലേ? ഒന്നും എഴുതി കാണില്ല. എടാ, കണക്ക് ചെയ്തു പഠിക്കണം, അല്ലെങ്കിൽ മൊത്തത്തിൽ കണക്ക് തെറ്റും. കണക്കൂട്ടലൊക്കെ പഠിച്ചത് എനിക്കാ. നിന്റെ തലവട്ടം കണ്ട അന്നു മുതല്. എന്താ അച്ഛൻ ദേഷ്യപ്പെട്ട് നിൽക്കണേ? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അനിയൻ കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? തെറ്റ് ചെയ്ത് അവനല്ല, ഞാനാ. നാട്ടിൽ ജീവിക്കേണ്ട നിന്നെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണേ? എന്താ ഇവിടെ ഉണ്ടായേ? ചെയ്തതെല്ലാം ചെയ്തു വെച്ചിട്ട് എന്താ ഉണ്ടായെന്ന്? ഇപ്പൊ അവൾക്ക് ഒന്നും അറിയാത്തൊരു പഞ്ച പാവം. തൃച്ചംബരത്തെ കുടുംബക്ഷേത്ര കുളത്തിൽ നീ എന്തിനാ പോയേ? ശരി, പോയത് പോട്ടെ. കുളത്തിൽ കിടന്ന സ്ഫടിക ശിവലിംഗം നീ എന്തിനെടുത്തു? അച്ഛൻ എന്തൊക്കെയായി പറയണേ? അഭിനയിക്കാതെ കല്യാണി, നിന്റെ അഭിനയം എത്രത്തോളം വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുളത്തിൽ കിടന്ന സ്ഫടിക ശിവലിംഗം നിന്റെ കയ്യിലാ കിട്ടിയെന്ന് ഗുരുജി അഖില മേഡത്തിനോട് പറഞ്ഞു. ഞാനത് കേട്ടു നിന്നപ്പോ ഒരു നിമിഷം എന്റെ ശ്വാസം നിലച്ചു പോയതുപോലെ തോന്നി. അഖില മേഡത്തിന്റെ മരുമക്കൾക്ക് ആർക്കെങ്കിലും കിട്ടേണ്ട ശിവലിംഗം നിന്റെ കയ്യിലാ കിട്ടിയെന്നറിഞ്ഞ് മാഡം തകർന്നു നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. നിനക്കറിയണ്ടേ ഗുരുജി എന്താ പറഞ്ഞെന്ന്? നടന്നതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് സ്വയം പരിശോധിച്ച് കണ്ടെത്തുക തന്നെയാണ് ബുദ്ധി. ഇനി മുതൽ പ്രപഞ്ചശില്പിയായ ദൈവം ആ സ്ഫടിക ശിവലിംഗത്തിലൂടെ ദൈവനീതി നടപ്പിലാക്കും. നേരിടാൻ തയ്യാറായിക്കൊള്ളുക.
ഗുരുജി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അഖിലാമ്മയുടെ എന്നോട് നോട്ടം നോക്കി. നിന്ന് നമ്പിൽ ദഹിച്ചു പോയി ഞാൻ. നിനക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ എന്തിനാ കയറി തലയിടുന്നേ? എന്തിനാ അവരുടെയൊക്കെ സ്വസ്ഥത നശിപ്പിക്കുന്നേ? നീ ആരാ തൃച്ചമ്പലത്തെ? വെറും ഒരു അടുക്കളക്കാരി. അടുക്കളക്കാരിയുടെ ജോലി ചെയ്യണം, അല്ലാതെ അരമനെ കയറി ഭരിക്കാൻ നോക്കരുത്. ഞാൻ പല പ്രാവശ്യവും നിനക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്, താക്കീതും ചെയ്തിട്ടുണ്ട്. അവനവൻ അർഹതപ്പെട്ടതേ അവനവൻ മോഹിക്കാവൂന്ന്. ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേടുപറ്റുന്ന ഇലയ്ക്കാന്നുള്ള കാര്യം 100% ശരിയാണ്. അത് മനസ്സിലാക്കണം നീ. ഓ, ഇന്നത്തെ ഉറക്കവും നഷ്ടപ്പെട്ടു. സ്വസ്ഥായിട്ടൊന്ന് ഉറങ്ങിയിട്ട് നാളുകളായി. നീ ഒറ്റൊരുത്തി കാരണം ഉറക്കം നഷ്ടപ്പെട്ട നാളുകളായിരിക്കും. ഇങ്ങനെയും മക്കളുണ്ടാവാൻ സ്വതേ കവിഴ്ത്തി മണ്ണാർശാലയിൽ ഒരു ഉരുളി. മക്കൾ ഇങ്ങനെ ഉണ്ടാവുന്ന ആര് കരുതി? ഓ, ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ. ഓ, ചേച്ചി, അച്ഛൻ വന്നപ്പോഴേ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കിയിട്ട് അച്ഛനകത്തോട്ട് പോയത്. ചേച്ചി വിഷമിക്കണ്ട, ആ സ്ഫടിക ശിവലിംഗം കിട്ടേണ്ട കൈകളിൽ തന്നെയാ കിട്ടിയത്. അഖില, ഇന്നെന്താ പുതിയ പ്രശ്നം? കൺമുന്നിൽ കണ്ടതെല്ലാം അസത്യം എന്നറിയുമ്പോ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഭയം. അതാ ഇപ്പൊ എന്റെ പ്രശ്നം. എന്താ അഖില നീ പറയുന്നത്? എന്താ സത്യം? എന്തിനും ഭയം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എനിക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞെന്ന്. കുളത്തിൽ നിന്നും സ്ഫടിക ശിവലിംഗം നന്ദനയ്ക്ക് കിട്ടിയെന്നല്ലേ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത്? അതെ, അത് സത്യമല്ലേ? സത്യം അതല്ല. സ്ഫടിക ശിവലിംഗം നന്ദനയുടെ കയ്യിലല്ല കിട്ടിയത്, കല്യാണിയുടെ കയ്യില. സ്ഫടികലിംഗം അതിന് അർഹതപ്പെട്ടവൾക്ക് തന്നെ കിട്ടിയിരിക്കുന്നു. ദൈവം അതിനുള്ള അവകാശം അവൾക്ക് നൽകിയിരിക്കുന്നു. എന്താകില്ല നീ പറയുന്നത്? കല്യാണിയുടെ കയ്യിലാണ് ശിവലിംഗം കിട്ടിയെന്ന് നീ എങ്ങനെ അറിഞ്ഞു? നിന്നോട് ആര് പറഞ്ഞു? ഗുരുജി പറഞ്ഞു. ഗുരുജിയോ? വെള്ളത്തിന് മുകളിൽ നടന്ന കാര്യങ്ങളെ എനിക്കറിയൂ. വെള്ളത്തിനടിയിൽ നടന്ന കാര്യങ്ങൾ ഗുരുജിയാണ് എന്നോട് പറഞ്ഞത്. എല്ലാ കാര്യത്തിലും സമാധാനം മാത്രം പറയുന്ന ഗുരുജി ഈ കാര്യത്തിൽ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിൽ വലിയ സ്ഥാനവും ഗുരുജിക്ക് നൽകിയിരുന്നത്. ആ ഗുരുജി ഇങ്ങനെ പറയുന്നു ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നതേയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കൃഷ്ണേട്ടാ. കല്യാണിയുടെയും ആനന്ദിന്റെയും കല്യാണക്കാര്യം അഖിലയോട് എപ്പോൾ പറയണമെന്നോർത്ത് ഞാൻ വിഷമിക്കുകയായിരുന്നു. എന്നാൽ അത് ഗുരുജിയായിട്ട് തന്നെ തുടങ്ങി വെച്ചു.
അഖില, ഗുരുജിക്ക് മനസ്സിൽ വലിയ സ്ഥാനം കൊടുക്കുന്നെന്ന് കരുതി ഗുരുജിക്ക് സത്യം തുറന്നു പറഞ്ഞല്ലേ പറ്റൂ. ഇക്കാര്യം അങ്ങനെ സംഭവിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിച്ചല്ലേ പറ്റൂ. ഗുരുജിയും അത് തന്നെയാ പറഞ്ഞു. ആര് വിചാരിച്ചാലും വിധിയെ മാറ്റാൻ സാധിക്കില്ല. ആ വിധിയുടെ തീരുമാനത്തെ നേരിടാൻ നീ തയ്യാറായിക്കൊള്ളൂ എന്നാണ് ഗുരുജി പറഞ്ഞതിന്റെ അർത്ഥം. അതിന് മനസ്സിനെ പാകമാക്കാൻ. നിന്റെ അറിവുകൾക്കപ്പുറമാണ് വിധിയുടെ നിശ്ചയം എന്ന് തന്നെയാണ് ഗുരുജി നിന്നോട് പറഞ്ഞത്. ഇപ്പൊ നോക്ക്, ഈ കുടുംബത്തിലെ മൂത്ത മരുമകൾക്ക് കിട്ടേണ്ട അംഗീകാരം ദൈവഹിതമനുസരിച്ച് കല്യാണിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഈ വിധി നിശ്ചയത്തെ നമുക്ക് തടയാനാവൂ? കൃഷ്ണേട്ടൻ എന്താ പറഞ്ഞേ? ഇതാണ് പറ്റിയ സന്ദർഭം എന്ന് കരുതി എന്റെ മനസ്സ് മാറ്റാൻ നോക്കുന്നു. അഖില, വേണ്ട, മനസ്സിലാവുന്നുണ്ട് എനിക്കെല്ലാം. കൃഷ്ണേട്ടന്റെ പിറന്നാൾ ദിവസം ആനന്ദിന്റെയും കല്യാണിയുടെയും കല്യാണക്കാര്യം പറഞ്ഞു വന്നത് ഞാൻ മറന്നിട്ടൊന്നുമില്ല. കല്യാണിയെ ഞാൻ എന്റെ മരുമകളായിട്ട് അംഗീകരിക്കണമെന്ന്. ഇപ്പോഴും കൃഷ്ണേട്ടൻ പറഞ്ഞു വരുന്നത് അതേ കാര്യം. അത് നടപ്പിലാക്കിയെടുക്കാനുള്ള തന്ത്രം. ഇല്ല അഖില, ഗുരുജി പറഞ്ഞതുകൊണ്ട്. വേണ്ട, കൃഷ്ണേട്ടൻ ഒന്നും സംസാരിക്കണ്ട. ആനന്ദിന്റെയും കല്യാണിയുടെയും ജാതകം നോക്കിയ ജ്യോത്സ്യരും പറഞ്ഞു ഭാര്യ ഭർത്താക്കന്മാരുടെ ജാതകമാണെന്ന്. വിധി പോലെ ഇത് നടക്കുമെന്നും പറഞ്ഞു. എന്നുവെച്ച് ഞാനത് അംഗീകരിക്കണമെന്നുണ്ടോ? വേറെ ഏതൊരു കാര്യമാണെങ്കിലും വിധിയാണെന്ന് കരുതി ഞാനങ്ങ് വിട്ടുകളഞ്ഞേനെ. പക്ഷേ ആനന്ദിന്റെ കല്യാണക്കാര്യത്തിൽ അങ്ങനെ ഒന്നില്ല. ഇത് തൃച്ചംബരം തറവാടിന്റെ പ്രശ്നം, എന്റെ പാരമ്പര്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. വിശ്വസിപ്പിക്കാൻ അത് വിധിയാണെന്ന് ആരെങ്കിലും പറഞ്ഞ ആ വിധിയോട് ഞാൻ മത്സരിക്കും. എന്റെ തറവാടിന്റെ അന്തസ്സിനു വേണ്ടി ഒരാളോടും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. എന്തു പറ്റി അച്ഛാ? മുഖം വല്ലാണ്ടിരിക്കണേ. അച്ഛൻ ഇന്നലെ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്റെ മോളെ വഴക്ക് പറഞ്ഞു കിടന്ന അച്ഛൻ ഉറക്കം വരില്ല. എന്റെ മോൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും തെറ്റ് ചെയ്യില്ലെന്നും അച്ഛനറിയാം. നിനക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്, ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നീ പെട്ടുപോയി, അതും എനിക്കറിയാം. അച്ഛനെന്താ പറഞ്ഞു വരുന്നത്? പറയാം. നീ
നീ അഖില മേഡത്തെ നിന്റെ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്നില്ലേ? എന്താ അച്ഛാ അങ്ങനെ ചോദിക്കുന്നേ? ആ കാര്യത്തില് അച്ഛന് സംശയമുണ്ടോ? ഒരു സംശയമില്ല. നിനക്ക് അഖില മേഡത്തിനുള്ള സ്നേഹം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഉണ്ടെന്ന് നീ തെളിയിച്ചിട്ടുണ്ട്. അതിന് ഞാൻ സാക്ഷിയാണ്. അതേ സ്നേഹം അഖില മേഡത്തിന് നിന്നോടുണ്ട്. അതുകൊണ്ട് തന്നെ അഖില മേഡത്തിന്റെ ഉറച്ച ചില വിശ്വാസങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി പുരാതനമായ ഒരു രാജകുടുംബത്തിൽ ജനിച്ചു വളർന്ന കുലീനയായ ഒരു സ്ത്രീയാണ്. പാരമ്പര്യത്തെ അനുസരിച്ച് ജീവിച്ച കാരണവന്മാരുടെ കൊച്ചുമകളായി ജനിച്ചവൾ. തൃച്ചംബരത്തെ മൂത്ത മരുമകളായി വന്ന അഖില മേഡത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ തറവാട്ട് മഹിമയും പ്രൗഢിയും വലുതാണ്. അതിന് കോട്ടം തട്ടുന്ന ഒരു കാര്യത്തെപ്പറ്റിയും ചിന്തിക്കാൻ പോലും അവർക്ക് സാധ്യമല്ല. പൊതുസമൂഹത്തിൽ അവരുടെ സ്ഥാനം വളരെ വലുതാണ്. എല്ലാ കാരണങ്ങൾ കൊണ്ടും മേഡത്തിന് ഇനി താഴോട്ട് ഇറങ്ങി വരാനായി പറ്റില്ല. അങ്ങനെയുള്ള അഖില മേഡത്തിന്റെ മകൻ ഒരു അടുക്കളക്കാരിയെ ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടാൽ മേഡം അതിനെ എതിർക്കും. മാഡത്തിന്റെ ഉറച്ച തീരുമാനത്തിന്റെ മുമ്പിൽ മാഡം തോറ്റുപോയാൽ പിന്നെ സംഭവിക്കുന്നത് ഒരു മരണമായിരിക്കും. തലകുനിക്കാൻ തയ്യാറല്ലാത്ത അവർ ചിന്തിക്കുന്നത് അത് തന്നെയായിരിക്കും. മാഡം ആത്മഹത്യ ചെയ്യും. അതിന് കാരണക്കാരി എന്റെ മകളായാൽ പിന്നെ ഈ അച്ഛൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അച്ഛന് പിന്നെ ജീവിതമില്ല. ഇതെല്ലാം ഒഴിവാക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അതിന് എന്റെ പൊന്നുമോള് വിചാരിക്കണം. വലിയ കുഞ്ഞിനെ നീ മറക്കണം. മറന്നേ പറ്റൂ. മറ്റാർക്കും വേണ്ടിയല്ല, നിന്റെ അച്ഛന് വേണ്ടി എന്റെ മോളത് ചെയ്തേ പറ്റൂ. ഞാൻ കൈയെടുത്ത് തൊഴാൻ നിന്നെ. അച്ഛാ എന്താ ഇതൊക്കെ? തീരുമാനം നീ വേണം പറയാൻ. എല്ലാം അവസാനിപ്പിക്കാമെന്ന് എന്റെ മോൾ അച്ഛന് വാക്ക് തരണം. നീ എന്തു പറയുന്നു? എന്റെ മനസ്സാകെ തകർന്നിരിക്കുക അച്ഛാ. ഞാൻ അമ്പലത്തിൽ പോയിന്ന് പ്രാർത്ഥിക്കട്ടെ. എന്റെ ദേവി എനിക്കൊരു മാർഗം കാണിച്ചു തരും. ചെല്ല്, നിന്റെ വിളപ്പുറത്തമ്മയോട് പ്രാർത്ഥിച്ചിട്ട് തീരുമാനമായിട്ട് വാ മോളെ. അച്ഛൻ മോളുടെ തീരുമാനം അറിയാൻ പ്രാർത്ഥനയോടെ ഇവിടെ തന്നെ ഉണ്ടാവും.
പ്രിയങ്കെ, ഒരല്പം താമസിച്ചു പോയി. ശോ, എന്ത് ട്രാഫിക്കാ റോഡില്. സാരമില്ല ആന്റി, വാ. ആ വാ. ഇരിക്കെ. അല്ല, എന്തിനാ ഇന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത്? അത് പറയാം. അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, തൃച്ചംബരത്ത് എന്തെങ്കിലും പുതിയ വിശേഷമുണ്ടോ? അവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇനിയിപ്പോ വരാൻ പോകുന്ന വിശേഷം എന്ന് പറയുന്നത് ആനന്ദിന്റെ പിറന്നാളാ. ഇനി പിറന്നാൾ ദിവസം ആനന്ദ് കല്യാണിയോടുള്ള പ്രണയം അഖിലയോട് പറഞ്ഞ് കല്യാണ സമ്മതം വാങ്ങിക്കൂന്നായി എനിക്ക് സംശയം. അതിനുള്ള അണിയൊരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിന് അഖില സമ്മതിക്കൂ ആന്റി? സമ്മതിക്കാനൊരു വഴിയുമില്ല. അങ്ങനെയാണെങ്കിൽ പിറന്നാൾ ദിവസം ആവണ്ട. അതിനു മുമ്പേ ആനന്ദും കല്യാണിയും തമ്മിലുള്ള പ്രണയ രഹസ്യം ഞാൻ അഖിലെ അറിയിക്കാം. ആ, അത് കൊള്ളാം പ്രിയങ്കെ. അവൻ പറയുന്നതിന് മുൻപേ അഖില ഇതറിഞ്ഞ തൃച്ചംബരത്തൊരു പൊട്ടിത്തെറി നടക്കും, അത് ഉറപ്പാ. അതെ ആന്റി, അതിനുള്ള മുന്നൊരുക്കം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഏ? ആ, ഒരു മിനിറ്റ്. ആ, ആ, നമസ്കാരം മാഡം. വരൂ. ആ, ഋഷി, ഋഷി, ഇതാണ് വിലാസിനി ആന്റി. നമസ്കാരം മാഡം. ഞാൻ ഋഷി. നമസ്കാരം. മാഡത്തിനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല മാഡം എന്നെ ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. കല്യാണിയും ആനന്ദും തമ്മിലുള്ള പ്രണയത്തിന്റെ ആഴം എന്താണെന്ന് ഇവനാണ് തെളിയിക്കാൻ പോകുന്നത്. ഇയാളാരാ, ഡിറ്റക്റ്റീവോ? ഡിറ്റക്റ്റീവ് ഒന്നും അല്ല ആന്റി, ഇവനാണ് കല്യാണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന അവളുടെ പ്രതിശ്രുത വരൻ. ഏ? നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ആന്റിക്ക് അറിയാലോ, കല്യാണിയും ദാസേട്ടനും ഒക്കെ ഒരുതരം സെന്റിമെന്റൽ ജീവികളാണ്. അതുകൊണ്ട് തന്നെ അവരോട് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന വിദ്യ വേണം പ്രയോഗിക്കാൻ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഋഷിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലായല്ലോ? മനസ്സിലായി മാഡം. മാഡം പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. എന്നാ എത്രയും പെട്ടെന്ന് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോ. ശരി മാഡം, എന്നാ ഞാൻ ഇറങ്ങുന്നു. കൊള്ളം പ്രിയങ്കെ. അത് ഔട്ട് ഹൗസിലേക്കല്ല, അഖിലയുടെ മുമ്പിലേക്ക് വേണം ആലോചനയായിട്ട് ചെല്ലാൻ. അതെ ആന്റി, അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഋഷിയുടെ മിടുക്ക് പോലെ ഇരിക്കും.
മിടുക്കനാണ് അവൻ. ചേച്ചി അമ്പലത്തിലേക്ക് പോയിരിക്കുക. എന്ത് തീരുമാനം എടുക്കുമെന്നും അറിയില്ല. വല്യനോട് പറഞ്ഞാലോ? പറയാം. വല്യു ഇങ്ങനെ ചേച്ചിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടാം. വല്യുവിനെ എന്താ നീ ഇങ്ങോട്ട്? ഞാൻ വല്യുവിനെ കാണാൻ അങ്ങോട്ട് വരണമെന്ന് ആലോചിക്കായിരുന്നു. എന്തു പറ്റി? നിന്റെ ചേച്ചി എവിടെ? ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക വല്യുവിനെ. ഓ, ഇവിടെ ഒരു കാര്യം ഉണ്ടായി. എന്ത് കാര്യം? കുളത്തിൽ കിടന്ന സ്ഫടിക ശിവലിംഗം നിന്റെ കയ്യിലാ കിട്ടിയെന്ന് ഗുരുജി അഖില മേഡത്തിനോട് പറഞ്ഞു. വലിയ കുഞ്ഞിനെ നീ മറക്കണം, മറന്നേ പറ്റൂ. മറ്റാർക്കും വേണ്ടിയല്ലേ, നിന്റെ അച്ഛന് വേണ്ടി എന്റെ മോളത് ചെയ്തേ പറ്റൂ. എന്റെ ദേവി, എനിക്കൊരു മാർഗം കാണിച്ചു തരും. ചെല്ല്, നിന്റെ വിളപ്പുറത്തമ്മയോട് പ്രാർത്ഥിച്ചിട്ട് തീരുമാനമായിട്ട് വാങ്ങണേ.